ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പെസഹ കാലം നമ്മൾ ധ്യാനിക്കുന്നത് യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 15-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശുനാഥൻ ഒരു പുതിയ കൽപ്പന തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുകയാണ്. ഇതാണ് എൻ്റെ കൽപ്പന, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. ഈ സുവിശേഷത്തിൻ്റെ ഒരു പശ്ചാത്തലം ചിന്തിക്കുമ്പോൾ AD 90-കളിൽ വലിയ പീഡനങ്ങൾ നടക്കുമ്പോൾ, ക്രൈസ്തവർക്കെതിരെ വലിയ പീഡനങ്ങൾ നടക്കുമ്പോഴാണ് ഈ സുവിശേഷം രചിക്കപ്പെട്ടത്. അപ്പോൾ ശിഷ്യന്മാർ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഓർത്തെഴുതിയ ഒരു സുവിശേഷമാണ്. അപ്പോൾ ഈ സുവിശേഷം നമുക്ക് മറ്റൊരു കാര്യം കൂടി നമ്മളോട് പറയുന്നുണ്ട്. അതായത് ഈ പീഡനങ്ങളെ എങ്ങനെയാണ് ആദ്യ ശിഷ്യ സമൂഹം അതിജീവിച്ചത്? അത് സ്നേഹം കൊണ്ടാണ് അവർ അതിജീവിച്ചത്. ഇപ്പോൾ ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമുക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഈ ശത്രുവിനെ സ്നേഹിക്കണമെന്ന് യോഹന്നാൻ പറയുന്നില്ല. യോഹന്നാൻ പറയുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമെന്നാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ യേശുനാഥൻ സംസാരിക്കുന്നത്. അപ്പോൾ ഈ പരസ്പര സ്നേഹം തന്നെയാണ് വലിയ പീഡനങ്ങളെ അതിജീവിച്ചുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തിന് മുന്നോട്ട് പോകാനുള്ള ഒരു കൃപ നൽകിയത്. ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ അവർ നിലനിന്നിരുന്നു. എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിലനിന്നത്? അത് പരസ്പരം സ്നേഹിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ പരസ്പര സ്നേഹത്തിന് മാത്രമാണ് ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ പ്രതിസന്ധികളെയും കൊടിയ പീഡനങ്ങളെ അതിജീവിക്കാനാവുക. അത് എങ്ങനെയാണ് അതിനെ അതിജീവിക്കാനാവുക? ഓരോരുത്തരും മറ്റുള്ള ഒരാളോട് കാണിക്കുന്ന സ്നേഹമാണ് ഇതിനെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കുന്നത്. അതായത് സമൂഹത്തിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ഒരു മനുഷ്യൻ ഒറ്റപ്പെട്ടു പോകുമ്പോഴാണ് അവൻ അവിടെ തോറ്റുപോകുന്നത്. എന്നാൽ അവൻ ഒറ്റപ്പെട്ടു പോകാതെ അവൻ്റെ കൂടെ സ്നേഹമായി കൂട്ടിന് നിൽക്കുമ്പോൾ അവൻ ഇതിനെ അതിജീവിക്കാൻ കഴിയും. ആദ്യ ശിഷ്യ സമൂഹം മുഴുവനും വലിയ പീഡനങ്ങളൊക്കെ അതിജീവിച്ചത് അങ്ങനെയാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹം അവർ പരസ്പരം ബലമായി ഉപയോഗിച്ചു. അവർ പരസ്പരം സ്നേഹിച്ചു. അവർ പരസ്പരം മാത്രമല്ല, അവർ ശത്രുക്കളെ പോലും സ്നേഹിക്കാൻ തയ്യാറായി. അപ്പോൾ അവർ ക്രിസ്തുവിനെ പോലെ തന്നെയാണ്. അവർക്കറിയാം ഈ ശത്രുക്കൾ ഇത് ചെയ്യുന്നത്, ഇവരെന്താണ് ഈ ചെയ്യുന്നതെന്ന് ഇവരറിയുന്നില്ല. യേശുനാഥൻ അവസാനം പ്രാർത്ഥിച്ചതുപോലെ തനിക്കെതിരെ ചെയ്യുന്ന ഇവരെന്താണ് ഇത് ചെയ്യുന്നതെന്ന് അറിയാതെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ അറിവില്ലായ്മയാണ് ഈ പ്രശ്നത്തിൻ്റെ കാരണമെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് ശത്രുക്കളെ പോലും സ്നേഹിക്കാൻ ക്രിസ്തുഷ്യന്മാർക്ക് കഴിഞ്ഞു. അങ്ങനെ സ്നേഹം കൊണ്ടാണ് അവർ ഈ ലോകത്തെ മുഴുവനും നേടിയത്. ഇന്ന് നമ്മളോടും, പ്രത്യേകിച്ച് കുടുംബജീവിതത്തിലൊക്കെ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ യേശുനാഥൻ നമ്മളോടും പറയുന്നത് ഇത് തന്നെയാണ്, പരസ്പരം സ്നേഹിക്കുക. സ്നേഹത്തിന് എല്ലാത്തിനെയും അതിജീവിക്കാൻ കഴിയും. സ്നേഹം ഒരു മരുന്നാണ്. എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാനുള്ള ഒരു മരുന്ന് കൂടിയാണ് ഈ സ്നേഹം എന്ന് പറയുന്നത്. അത് ക്രിസ്തു നമുക്ക് നൽകിയിട്ട് പോയ സ്നേഹമാണ്. കാരണം ഞാൻ സ്നേഹിക്കുന്നത് ക്രിസ്തു എന്നെ സ്നേഹിച്ചതുപോലെയാണ്. ഈ യോഹന്നാൻ പറയുന്നത് പോലെ ആദ്യം അവിടെ നിന്നാണ് നമ്മെ സ്നേഹിച്ചത്. ആ സ്നേഹത്തിൽ നിലനിൽക്കുമ്പോൾ നമുക്ക് പരസ്പരം സ്നേഹിക്കാൻ കഴിയും. അപ്പോൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നും നമ്മളിൽ നിലനിൽക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആ സ്നേഹം നമ്മിൽ നിന്ന് പരസ്പരം മറ്റു മനുഷ്യരിലേക്ക് പങ്കുവെക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.